വഖഫ് ഭേദഗതി നിയമം മുനമ്പം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം നൽകുന്നില്ലെന്ന് സിറോ മലബാർ സഭ. നിയമം നിരാശപ്പെടുത്തുന്നതാണെന്നും സഭാ പ്രതിനിധി ഫാദർ ആന്റണി വടക്കേക്കരയും പറഞ്ഞു. നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാകുന്നതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം മുനമ്പത്ത് വന്നപ്പോൾ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല, മറിച്ച് നിയമപരമായി സുപ്രീം കോടതി വരെയും ഒരുപക്ഷെ ഈ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരും എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അത് ഈ ജനങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമായി ലഭിക്കാൻ റവന്യൂ അവകാശങ്ങളോടെ ശാശ്വതമായ പരിഹാരത്തോടെ ആശങ്കകളില്ലാതെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 186 ദിവസങ്ങളായി മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ആ ആശങ്കകൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്, ആശങ്കയുളവാക്കുന്ന കാര്യമാണ്, ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും നിയമപരമായി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ മുമ്പിൽ കാണുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, ഒരുപക്ഷേ ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത് ഇന്ന് കേട്ടവർക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത് വഖഫ് പുതിയ നിയമ ഭേദഗതിയോടുകൂടി മുനമ്പം പ്രശ്നത്തിന് അടക്കം പരിഹാരമുണ്ടാകും. ഇന്നലെ മുനമ്പത്ത് വന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് മുനമ്പം വിഷയത്തിൽ പരിഹാരമാകില്ല പുതിയ നിയമ ഭേദഗതി എന്നുള്ളതാണ്. നിയമ പോരാട്ടം തുടരേണ്ടതുണ്ട്. നിയമ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാകാത്തത് ആർക്കാണെന്നുള്ള കാര്യമാണ് ഇവിടെ ചോദ്യം ഉയരുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ UDF ആണ്, ലീഗാണ്, ഒപ്പം BJPയും RSSും ഒരു ചെന്നായകളി നടത്തുകയും ചെയ്തു. വളരെ കൃത്യമായ ഒരു സാമുദായിക സംഘർഷത്തിലേക്ക് ശ്രമിച്ച BJPയുടെ തനിനിറം ഇന്നലെ പുറത്താവുകയും ചെയ്തു. കൃത്യമായി സഭയ്ക്ക് ബോധ്യപ്പെട്ടു, സമരം നടത്തുന്നവർക്ക് ബോധ്യപ്പെട്ടു, മുനമ്പത്തുകാർക്ക് ബോധ്യപ്പെട്ടു, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഫാദർ ആന്റണി വടക്കേക്കര കൃത്യമായി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? സിജു, അതായത് ഈ വഖഫ് നിയമം പാസ്സായതിനു ശേഷം, പാർലമെന്റിൽ പാസ്സായതിനു ശേഷം അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു, മുനമ്പം നിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് ഈ ബില്ല് പാസ്സാകുന്നതിന് മുൻപ് തന്നെ BJP പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബില്ല് പാസ്സായ ശേഷവും അവർ അത് തന്നെ പറഞ്ഞു, പ്രശ്നത്തിന് പരിഹാരമായി എന്ന്. പക്ഷേ ഇതേ വഖഫ് ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇന്നലെ മുനമ്പത്തെത്തിയിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് ജനങ്ങളെ കബളിപ്പിക്കുന്നത് പോലെ പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മന്ത്രി തന്നെ പറഞ്ഞത് പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും എന്നതാണ്. ഈ നിയമത്തിൽ അതിന് പരിഹാരം, 2 കാരണങ്ങളുണ്ട് പ്രശ്നത്തിന് ഈ നിയമം കൊണ്ട് പരിഹാരമാകാത്തതിന്. ഒന്ന്, ഈ നിയമത്തിന് പൂർവ്വകാല പ്രാബല്യമില്ല. ആ പൂർവ്വകാല പ്രാബല്യം ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ഈ നിയമത്തിനാകില്ല എന്ന് വ്യക്തമാണ്. അതിൽ വലിയ നിരാശ സിറോ മലബാർ സഭ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ബില്ല് പാസ്സായതിനു ശേഷവും പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന സൂചന വ്യക്തമായതോടുകൂടി, അത് ഇന്നലെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞതോടുകൂടി അതിലുള്ള നിരാശ സിറോ മലബാർ സഭയുടെ പൊതുവെ ഉള്ള വിഷമം, അതായത് സഭയുടെ പൊതുവായ കാര്യമാണ്, പൊതുവായി സഭയ്ക്ക് പറയേണ്ട കാര്യമാണ് സഭാ വക്താവായ ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത്. എന്തായാലും ഈ നിയമത്തിൽ ഇത് പ്രശ്നം മുനമ്പം നിവാസികളുടെ വിഷയം, അവർ നേരിടുന്ന വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നത് വ്യക്തമാണ്. അതിൽ വലിയ നിരാശ സഭയ്ക്കുണ്ട്. പക്ഷേ നിയമം വന്നതിൻ്റെ പേരിൽ, കാരണം മേൽക്കോടതിയിലേക്ക് പോകാൻ, വഖഫ് ട്രൈബ്യൂണലിനപ്പുറം മേൽക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്രം ഈ വിഷയം പരിഹരിക്കാൻ കേന്ദ്രത്തിനും BJPക്കോ സാധിക്കില്ല. ഈ കൊണ്ടുവന്ന നിയമം കൊണ്ട്, വഖഫ് ബില്ലുകൊണ്ട് മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം നേരത്തെ തന്നെ ഇടതുപക്ഷം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്, സർക്കാരും വ്യക്തമാക്കിയതാണ്. ഈ രണ്ട് വിഷയങ്ങളാണ്. വഖഫ് ബില്ലും മുനമ്പവും കൂട്ടിക്കുഴച്ചിട്ട് കാര്യമില്ല. മുനമ്പത്തെ വിഷയം നേരത്തെ വഖഫ് ബില്ലിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ അമെൻഡ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ യാതൊരു പൂർവ്വകാല പ്രാബല്യവും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. രണ്ടും കൂടി ചേർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ കബളിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു. മുനമ്പം നിവാസികൾക്ക് ഇന്നലെ അത് ബോധ്യമായി, സിറോ മലബാർ സഭയ്ക്ക് അത് ബോധ്യമായിരിക്കുന്നു. എല്ലാ സഭകളും നേരത്തെ ഈ ബില്ലിന് ധാർമ്മികമായ പിന്തുണ നൽകിയിരുന്നെങ്കിൽ കൂടി അതിൽ തെറ്റുപറ്റിയെന്ന കാര്യം സഭയ്ക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. സിജു, തിയോഫിൻ, ഇതിനകത്ത് വളരെ എന്തുകൊണ്ട് ഫാദർ ആന്റണി വടക്കേക്കരയുടെ വാക്കുകൾ പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ,
ഈ വഖഫ് ഭേദഗതി വന്നതിന് പിന്നാലെ മുനമ്പത്ത് സമരം നടത്തിയവർ ഉൾപ്പെടെ കൈയടിച്ചവരാണ് BJPക്ക് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി. സഭയ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കാനും ആ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കഴിയുകയും ചെയ്തു. പക്ഷേ വളരെ കൃത്യമായി ഇപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞു. ആ വാക്കുകളാണ് ആന്റണി വടക്കേക്കരയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്തത്. അത് കൃത്യമായി ഇപ്പോൾ ഒരുപക്ഷെ സമരം നടത്തുന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇന്നലെ കിരൺ റിജിജു പറഞ്ഞതിന് പിന്നാലെ ആ തരത്തിൽ ആദ്യം പ്രതികരണം നടത്തിയത് ഈ സമരസമിതി നേതാക്കൾ തന്നെയാണ്. വല്ലാത്ത ചതിയാണ് ഈ BJP സർക്കാർ ചെയ്തതെന്നാണ് പറയുകയും ചെയ്തത്. ഇനി എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അവിടെയുള്ള ഒരാൾക്കും ഭൂമി നഷ്ടപ്പെടരുത്, അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. നിയമപരമായ പോരാട്ടം തുടരുകയാണെങ്കിൽ അതിനൊപ്പമുണ്ട് സർക്കാർ. അതോടൊപ്പം തന്നെയാണ് സർക്കാർ നിയോഗിച്ച കമ്മീഷനും. ഈ കമ്മീഷൻ നിയോഗിച്ചതിനെതിരെ വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇവിടെ BJPയും കോൺഗ്രസും അടക്കം നടത്തുകയും ചെയ്തു. ഇനിയെങ്കിലും സമരം നടത്തുന്നവർ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കണം എന്നുകൂടിയാണ് ആന്റണി വടക്കേക്കരയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിയോഫിൻ, തീർച്ചയായും സിജു, അതുതന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു കാര്യം കൂടി സിജു പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞോട്ടെ. ഈ വഖഫ് ബില്ല് പാസ്സായപ്പോൾ മുനമ്പത്ത് സമരത്തിലായിരുന്ന മുനമ്പം നിവാസികൾ കൈയടിച്ചതിനെ സ്വാഗതം ചെയ്തു. കാരണം ഈ നിയമം വരുന്നതോടുകൂടി തങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമെന്നൊരു ഒരു തെറ്റിദ്ധരിപ്പിക്കൽ എവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവരത് കൈയടിച്ച് അവർ അംഗീകരിച്ചത്, സ്വാഗതം ചെയ്തത്. പക്ഷേ അതേസമയം തന്നെ ഇന്നലെ കേന്ദ്രമന്ത്രി അവിടെ അതേ സമരപന്തലിന് സമീപം ഉണ്ടാക്കിയ വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, നിങ്ങളുടെ മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ കൂടി ഉച്ചയ്ക്ക് കൃത്യമായി അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തേണ്ടി വന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയേണ്ടി വന്നു. പ്രശ്നത്തിന് ബില്ല് കൊണ്ട് പരിഹാരമാവില്ല, കോടതിയിലേക്ക് പോകേണ്ടി വരും, അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികൾക്ക് സമരം ചെയ്തിരുന്നവർക്ക് കാര്യം ബോധ്യമായി. പക്ഷേ ഇന്നലത്തെ പരിപാടി, വൈകുന്നേരത്തെ പരിപാടി ശരിക്കും അത് BJP ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു. കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ കൈയടിക്കാൻ BJP പ്രവർത്തകരെയും അവിടെ എത്തിച്ചിരുന്നു. സംസാരിക്കുന്നത് കേന്ദ്രമന്ത്രി, ഒപ്പം കൈയടിക്കുന്നത് BJP പ്രവർത്തകർ. ഈ സമരം നടത്തിയവരാരും അതിന് കൈയടിച്ച് സ്വാഗതം ചെയ്യുകയോ ഇതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അതിൽ ഭൂരിഭാഗം പേർക്കും ഇത് ബോധ്യമായി കഴിഞ്ഞു. ഈ വന്ന നിയമം കൊണ്ട് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന്. ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയാണ് അവരുടെ മുഖത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ ഈ യോഗം കഴിഞ്ഞ ശേഷം പലരും വന്ന് വാഗ്ദാനങ്ങൾ പോകുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ല എന്ന് ഫാദർ ആന്റണി സേവ്യർ നമ്മളോട് ഇന്നലെ പ്രതികരിച്ചത്. അതൊരു കാര്യം വ്യക്തമാണ്. കാരണം എല്ലാവർക്കും സമരസമിതിക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ഈ ബില്ല് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നത് ബോധ്യമായി എന്നത് ഇന്നലത്തെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോഴുണ്ടാകുന്ന സഭയുടെ പ്രതികരണം. തിയോഫിൻ, ഇന്നലെ തന്നെയാണ് ഈ സമരസമിതി നേതാക്കളുടെ പ്രതികരണം വരികയുണ്ടായി. ഇനി സമരവുമായി ബന്ധപ്പെട്ട് പോകുന്നതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ടോ നിലവിൽ? സിജു, ഇന്നലെ തന്നെ അതായത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സമരസമിതിയുടെ രക്ഷാധികാരി കൂടിയായ ഫാദർ ആന്റണി സേവ്യർ, മുനമ്പം പള്ളി വികാരിയാണ്, അദ്ദേഹം പറഞ്ഞു സമരം നിർത്താൻ കഴിയില്ല, ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നതുവരെ, അതായത് പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ബോധ്യമാകുന്നതുവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും സമരം ഇപ്പോൾ തുടരുകയാണ്. 186 ദിവസമാണെന്ന്. ഇന്നലെ 185 ദിവസമാണ് കേന്ദ്രമന്ത്രി വന്നത്. കേന്ദ്രമന്ത്രി വന്ന് സംസാരിക്കും, നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തുമെന്നൊക്കെ പറഞ്ഞാണ് ഈ പള്ളി മുറ്റത്ത് ഇവർ ഒരു വേദി ഒരുക്കിയത്. പക്ഷേ അതായത് വലിയ പ്രതീക്ഷയോട് കാത്തിരുന്ന മുനമ്പം ഇടവക വികാരിക്കും ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനവും അവിടെ ഉണ്ടായില്ല. തന്നെയുമല്ല, ഒരു കാര്യം അവർക്ക് ബോധ്യമായി, ഈ ബില്ലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ BJP പറഞ്ഞതുമെല്ലാം കളവാണ്, തങ്ങളെ കബളിപ്പിക്കലാണെന്ന് വ്യക്തമായി. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ സിറോ മലബാർ സഭയുടെ പ്രതികരണത്തിൽ കൂടി വ്യക്തമാകുന്നത്. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം നിരാശപ്പെടുത്തുന്നതാണ്. മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ലഭിക്കില്ല എന്ന് പറഞ്ഞത് നിരാശപ്പെടുത്തുന്നതാണെന്നും സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. എൻ്റെ വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.